ഈ പീരീഡ്സ് ആവുന്ന സമയത്ത് സ്ത്രീകളിൽ ഒരു സെക്ഷൽ ഏർജ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. എന്തുകൊണ്ടാണ് ആ ഒരു പീരീഡ്സിന്റെ സമയത്ത് മാത്രം, അല്ലെങ്കിൽ ഈ ഓവുലേഷൻ പീരീഡിൽ സെക്ഷൽ ഏർജ് ഭയങ്കര ഹൈ ആയിട്ടിരിക്കുന്നത്? ഓവുലേഷൻ പീരീഡിലും ഡ്യൂറിങ് പീരീഡ്സിലും പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീക്കിലൊക്കെയും സെക്ഷൽ അലർജി സ്ത്രീകൾക്ക് ജനറലി കൂടുതലായിട്ട് കാണുന്നുണ്ട്. Okay. അപ്പോൾ ഇത് സെക്ഷൽ അലർജി മാത്രമല്ല, അവരുടെ ഇമോഷൻ എല്ലാം ആ സമയത്ത് ഹൈ ആയിരിക്കും. അപ്പോൾ ചിലരെ നിങ്ങൾ നോക്കിയാൽ കണ്ടിട്ടുണ്ടാവും, പെട്ടെന്ന് ദേഷ്യവും വാശി, ഇറിറ്റേഷൻ, ഇതും അതുപോലെ തന്നെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ആ സമയത്ത് ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് ആണ് അതിന് കാരണം. നമ്മൾ ഈ സെക്സ് ശരിക്കും നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു പരിധി വരെ നമ്മുടെ ഹോർമോണുകളാണ്. നിങ്ങളുടെ ഹോർമോൺ ഹൈ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് വേണ്ടെന്ന് പറഞ്ഞാൽ പോലും ബോഡിയിൽ ഇത് ഹൈ ആയിട്ടിരിക്കുന്ന സമയത്ത്, അതുകൊണ്ടാണ് പലരും സെക്ഷൽ ബിഹേവിയർ അല്ലെങ്കിൽ ആക്ടിലേക്ക് വരാനുള്ള കാരണം ഹൈപ്പർ സെക്ഷൽ ഡിസോർഡറായിട്ട് എൻ്റെ അടുത്ത് ഒത്തിരി പേര് വന്നിട്ടുണ്ട്, പുരുഷനും സ്ത്രീയും. ഇതിൻ്റെയൊക്കെ കാരണം അവരെ നിയന്ത്രിക്കാതെ, അവരുടെ പോലും പെർമിഷൻ ഇല്ലാതെ ഈ ഹോർമോൺ ഹൈ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഹോർമോണിൻ ഇംബാലൻസ് ആണ് പീരീഡ്സിലും അതുപോലെ തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ ഹൈപ്പർ സെക്ഷൽ ഡിസൈറിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് തെറാപ്പീസാണ്. തെറാപ്പി ചെയ്തിട്ട് അവർ നോർമലിലേക്ക് കൊണ്ടുവരും. ഒപ്പം തന്നെ എന്നിട്ടും ഹൈ ആയിട്ട് നിൽക്കുന്നവരെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ആൻറ്റി ആൻഡ്രോജൻ പോലത്തെ മെഡിക്കേഷൻസ് ഉണ്ട്, അതെടുക്കാൻ പറയും. കാരണം അപ്പം നമുക്ക് ഈ കൂടുതലായിട്ടുള്ള ഹോർമോണിൻ്റെ അവസ്ഥ ബാലൻസ് ആയിട്ട് വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും. എസ്പെഷ്യലി ഈ പീരീഡ്സിൻ്റെ സമയത്ത് സംഭവിക്കുന്ന ഹോർമോൺ ചേഞ്ചസ് തന്നെയാണ്. ആ ചേഞ്ചസ് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറലാണ്.